കേരളത്തിൽ പലയിടത്തും ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്ന് LDF കൺവീനർ EP ജയരാജൻ. സുരേന്ദ്രേട്ടാ, ഞാൻ അന്ന് പറയുമ്പോ മനസ്സിന്റെ ഒരു എനിക്ക് സമാധാനം സന്തോഷം ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. എല്ലാ സ്ഥലത്തും BJP നല്ല സ്ഥാനാർത്ഥികൾ. അവരിപ്പോൾ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ്, ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. നീ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? BJPയെ പ്രതിരോധിക്കാനും ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കാനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും കരുത്തും കൊണ്ട് വേണം നേടാൻ. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. അതുകൊണ്ട് ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത്. ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ BJPയെ പ്രതിരോധിക്കാൻ സാധിക്കൂ. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ടരുത്. ഇടതുപക്ഷവും BJP തമ്മിലാണ് പല സ്ഥലം മത്സരം. പിന്നെന്താ, ഇടതുപക്ഷവുമായിട്ടുള്ള മത്സരരംഗത്തേക്കാണ് പോകുന്നത്. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയുക എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിലാണെന്ന പാർട്ടി നയം വ്യക്തമാക്കി മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ജയരാജനെ തള്ളി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മുന്നണി കൺവീനർ പറയുന്നു BJPയുമായിട്ട് പല സ്ഥലം മത്സരം ഉണ്ടെന്നുള്ളത്. എങ്ങനെയാണോ കേരളത്തിലൊരു സ്ഥിതി? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് LDFും UDFും തമ്മിലുള്ള കടുത്ത പോരാട്ടം തന്നെയാണ് വടകരയിൽ നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ലല്ലല്ല, ഇവിടെ UDFും LDFും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. പിണറായിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അദ്ദേഹം നയം വ്യക്തമാക്കിയില്ലേ? പിന്നെ വേറെ നയം വേറെ ആൾ വ്യക്തമാക്കേണ്ട കാര്യം എന്താ? പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.